ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മിക്സഡ് മോക്ക് ടെസ്റ്റ് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പാർട്ട് 7 വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ പാർട്ട് 8 ആണ്. സോഷ്യലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 10 ചോദ്യങ്ങളുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതും അല്ലാത്തതും, ചേരുംപടി ചെറുക്കുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള മിക്സഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എവിടം വരെ എത്തി, നിങ്ങളുടെ പഠനം എന്നുള്ളതൊക്കെ നമ്മൾ ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക. ഒപ്പം നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ PG3 അക്കാദമി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. 10 ചോദ്യങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? ബാങ്കുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അഥവാ VRS നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, HDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട. ഏത് ഓപ്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 ജോഡികൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സത്യശോധിക് സമാജ്, വീരേശലിംഗം എന്ന് തന്നിട്ടുണ്ട്. അത് ശരിയാണോ അത് തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അടുത്ത് രണ്ടാമത്തെ തന്നിട്ടുള്ളത് ഹിതകാരിണി സമാജം, ജ്യോതിറാവ് ഫുലെ എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തേത്. മൂന്നാമത്തേത് ആര്യ സമാജം, ദയാനന്ദ സരസ്വതി എന്നാണ് തന്നിട്ടുള്ളത്. അടുത്തത് നാലാമത്തേത് പ്രാർത്ഥനാ സമാജം, ആത്മറാം പാണ്ഡുരംഗ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ജോഡികളിൽ, അതായത് ഓരോ വ്യക്തികളെയും അവരുടെ ആ ഒരു സംഘടന, അല്ലെ അവർ സ്ഥാപിച്ച ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാം ജോഡികളാണ് ശരിയായിട്ട് തന്നിട്ടുള്ളത്? നമ്മളോട് ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. ഏതെല്ലാമാണെന്നുള്ളത് നോക്കുക. നോക്കിയിട്ട് താഴത്തെ ഓപ്ഷനിൽ നിന്നും കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നോക്കൂ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സമയം വേണമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോളൂ. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ദയാനന്ദ സരസ്വതിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആര്യപ്രകാശ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം, പിന്നീട് ഇന്ത്യക്കാർക്ക്. അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അത് ഏത് എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ദയാനന്ദ സരസ്വതി പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 4ലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ നോക്കുക, ചേരുംപടി ചേർക്കാനാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നോക്കുക, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറയുന്ന 4 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയേ ഉള്ളൂ. പഞ്ചാബ് കേസരി വിശേഷണങ്ങളാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഷഹീദ് ആസം, അതുപോലെ ദേശസ്നേഹികളുടെ രാജകുമാരൻ, അങ്ങനെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്തോളൂ. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തുക. ഓക്കെ, അടുത്തത് 5ാമത്തേത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രമാണിച്ച്, ഹരിജൻ ധനസമാഹരണം, ദക്ഷിണേന്ത്യൻ പര്യടനം, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ പഠിച്ചതാണ്. ഗാന്ധിജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കരുതൽ തടങ്കലിൽ നിയമപ്രകാരം ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കാനുള്ള കാരണം എന്താണെന്നുള്ള 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ക്രമസമാധാനത്തിൻ്റെ നടത്തിപ്പ്. ഓപ്ഷൻ സി വരുന്നത് അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി. എന്താണ് അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി? അടുത്തത് മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഇത് നോക്കുക ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊക്കെ. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡികളേവ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡികളേവ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 കാര്യങ്ങൾ, 4
ജോഡികൾ തന്നിട്ടുണ്ട്. ഒന്ന് ചണം യൂണിവേഴ്സൽ ഫൈബർ എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് പരുത്തി ഗോൾഡൻ ഫൈബർ എന്ന് തന്നിട്ടുണ്ട്. മുംബൈ കോട്ടണോപോളിക്സ് എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് കാപ്പിക്കുരു അറബിക്ക എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ നിന്നും എന്താണ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? തെറ്റായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക? ഒന്ന് തിരഞ്ഞെടുക്കുക. ആവശ്യമുള്ള ടൈം വേണ്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അവിടെയും ഇവിടെ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 4 ജോഡികൾ ഇവിടെയും തന്നിട്ടുണ്ട്. ഇത് ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഭരണഘടന ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാമല്ലോ അല്ലേ. അയിത്ത നിർമ്മാർജ്ജനം അനുച്ഛേദം 17 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബഹുമതികൾ ഒഴിവാക്കൽ അനുച്ഛേദം 18 എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ വിവേചനത്തിൽ നിന്നും സംരക്ഷണം അനുച്ഛേദം 16, അവസര സമത്വം അനുച്ഛേദം 15. ഓക്കെ, അപ്പോൾ 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ശരിയായത് എന്നുള്ളത് നമ്മൾ ഭരണഘടനയൊക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ആദ്യ ഭാഗത്ത് തന്നെ പറയുന്ന കാര്യമാണ് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അടുത്ത് നോക്കൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് 9ാമത്തെ വന്നിട്ടുള്ളത്. ദാരിദ്ര്യരേഖ നിർവചിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെ എന്നുള്ളതാണ്. എന്താണ് ദാരിദ്ര്യരേഖ നിർവചിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ്. ദാദാഭായ് നവറോജി ആണോ, JC കുമരപ്പയാണോ, ധരംപാലാണോ, അമർത്യ സെൻ ആണോ? ഏതാണ്? ദാദാഭായ് നവറോജി, JC കുമരപ്പ, ധരംപാൽ, അമർത്യ സെൻ ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് എഴുതുക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നമ്മൾ അടുത്തതിലേക്ക് പോകാം. 10ാമത്തേത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത എന്ത് എന്നുള്ളതാണ് ചോദ്യം. 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കൂടും എന്നാണ് ഹിമാലയത്തിൻ്റെ പർവ്വതത്തിൻ്റെ സവിശേഷതയാണ് പറയുന്നത്. 4 കാര്യങ്ങൾ പറയുന്നത്: 1, കിഴക്കോട്ട് പോകുന്തോറും ഉയരം കൂടുന്നു. 2, പടിഞ്ഞാറ് ഭാഗത്ത് ഉയരം ഏറ്റവും കുറവാണ്. 3, കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. 4, എല്ലാ ഭാഗത്തും ഒരേ ഉയരം. ഓക്കെ, നിങ്ങൾ ഹിമാലയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് ഒന്ന് മൈൻഡ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചറൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട്, അതിനാണ് നമ്മൾ പിക്ചർ വെച്ചൊക്കെ പഠിക്കാൻ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എത്ര എണ്ണോ എഴുതിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ആൻസറുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് VRS വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമാണ്. ഓക്കെ, VRS അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? അല്ലേ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, PNB ആണല്ലേ, പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അപ്പോൾ ആദ്യത്തെ ഉത്തരം D ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അവിടെ നോക്കേണ്ട കാര്യമില്ല. പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ള ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ ശരിയായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യശോചക് സമാജം വീരേശലിംഗം എന്ന് തന്നിട്ടുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് നോക്കുക. അതുപോലെ ഹിതകാരിണി സമാജം ജ്യോതിറാവ് ഫുലെ ശരിയാണോ? ആര്യ സമാജം ദയാനന്ദ സരസ്വതി അത് ശരിയല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത് നോക്കൂ, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്. അപ്പോൾ ഈ 2 എണ്ണം ശരിയാണ്, 3ഉം 4ഉം ശരിയാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ശരിയായത് കണ്ടെത്താനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളോട് ശരിയായത് കണ്ടെത്താനും തെറ്റായത് കണ്ടെത്താനും പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയായത് ആദ്യം കണ്ടെത്തൂ. നിങ്ങൾക്ക് അത് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ശരിയായത് കണ്ടെത്തൂ. 2 എണ്ണം ശരിയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതും ശരിയായത് കണ്ടെത്താനാണ്. അപ്പോൾ നോക്കൂ, 3ഉം 4ഉം ആണ് ശരി. ഇവിടെ 3ഉം 4ഉം ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ C, 3, 4 എന്നിവ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് C ആണ്. അടുത്ത് നോക്കൂ, ചുവടെ തന്നിരിക്കുന്നതിൽ ദയാനന്ദ സരസ്വതിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആര്യപ്രകാശ് അല്ലേ, ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഗീതയിലേക്ക് മടങ്ങുക, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അദ്ദേഹം ഗീതയിലേക്ക് മടങ്ങുക എന്ന് ദയാനന്ദ സരസ്വതി പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിട്ടുള്ള വിവേകാനന്ദനാണ്. അപ്പോൾ ഗീത വിവേക് എന്ന് പറഞ്ഞ് പഠിച്ചു വയ്ക്കുക. ഗീതയിലേക്ക് മടങ്ങാൻ വിവേകാനന്ദനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്കാർക്ക് എന്നുള്ളത് പറഞ്ഞതും ദയാനന്ദ സരസ്വതി തന്നെയാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധമില്ലാത്തത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധമില്ലാത്തത് ഗീതയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. വേദങ്ങളിലേക്ക് മടങ്ങാനാണ് അദ്ദേഹം ആര് പറഞ്ഞിട്ടുള്ളത്? ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. 4ാമത്തത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? പഞ്ചാബ് അല്ലേ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ, പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും? അതെ, നമുക്ക് ലാലാ ലജ്പത് റായെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1 എന്ന് പറയുന്നത് നമുക്ക് D ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ 1 D വരുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ആദ്യത്തെയും 1 D വരുന്നുണ്ട്, രണ്ടാമത്തെയും D വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ അടുത്ത ഒരു ഇതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയുടെ ബിസ്മാർക്ക്
ആരാണ് നോക്കൂ, അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പോൾ 2 സി വരുന്നത് നോക്കൂ, ഇവിടെ 2 ബി ആണ് വരുന്നത്. പിന്നീട് നമുക്ക് ഡി വന്നിട്ടുള്ള എസ്, ഇവിടെ 2 സി ആണ്. അപ്പോൾ അടുത്ത കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തത് ഷഹീദ് ഈ ആസം ആരാണ്? അത് ഭഗത് സിംഗ് ആണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ഉള്ളത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസാണ്, ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബി ആണ്. നോക്കുക, അപ്പോൾ 1 ഡി 2 സി അല്ലേ, 1 ഡി 2 സി 3 എ എന്ന് പറയുന്നു, അതുപോലെ തന്നെ 4 ബി എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി നമുക്കിവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും, 4ാമത്തേത്. ഓക്കെ, അത് പഠിച്ചു വെക്കുക കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത് ഗാന്ധിജി അവസാനമായി കേരള സന്ദർശിച്ചത് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? 1937 അദ്ദേഹം വന്നല്ലേ, 36 നടന്നിട്ടുണ്ടായിരുന്ന ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ 37 അദ്ദേഹം വരുന്നത്. നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത 6ാമത്തത് കരുതൽ തടങ്കലിൽ നിയമപ്രകാരം ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കാനുള്ള കാരണം എന്താണ്? കാരണം രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം വരുന്നുണ്ട്, അതുപോലെ ക്രമസമാധാനത്തിന് നടത്തിപ്പും അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 6ാമത്തേത് ഡി. കാരണം ഒരെണ്ണം രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർ കൊണ്ട് കുത്തും. അപ്പോൾ അങ്ങനെ കുത്താതിരിക്കാൻ കൃത്യമായിട്ട് ഓപ്ഷൻ വായിച്ചു നോക്കാൻ ശ്രദ്ധിക്കുക. 6. ഇനി 7ാമത്തേലേക്ക് പോകുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ നോക്കുക. ഇവിടെ തെറ്റായ ജോഡികളാണ് പറഞ്ഞിട്ടുള്ളത്. ചണം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നുണ്ട്, പരുത്തി എന്ന് പറയുന്നത് ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നമുക്ക് നോക്കാം, കാരണം ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവിടെ ഇരുന്നോട്ടെ, തെറ്റായത് അവിടെ ഇരുന്നോട്ടെ. മുംബൈ എന്ന് പറയുന്നതിൽ കോട്ടോണോപോളിക്സ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണെന്ന് മാക്സിമം ആൾക്കാർക്കും അറിയാം, അറിയാത്ത വളരെ ചുരുക്കം പേരുണ്ടെങ്കിലും ഇത് ശരിയാണ്. ഇപ്പോൾ 3 ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തെറ്റായതാണ് അവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്, കുഴപ്പമില്ല. കാപ്പിക്കുരുവിലെ അറബിക്ക എന്ന് പറയുന്ന കാപ്പിക്കുരുവിൻ്റെ ഒരു ഇനമുണ്ട്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തെറ്റായ ജോഡികൾ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തെറ്റായ ജോഡികൾ എന്ന് പറയുമ്പോൾ 2 ശരി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെയാണ് തെറ്റ്? 1ഉം 2ഉം തെറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി, 1ഉം 2 എന്നിവ മാത്രമാണ് തെറ്റ്. കാരണം എന്താണ്? ചണത്തിനെ ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുക അല്ലേ. ചണം അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നാണ്. പരുത്തിയാണ് എന്തറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 7ാമത്തേൻ്റെ ഉത്തരം ഡി ആണ്. അടുത്ത 8ലേക്ക് പോകുമ്പോൾ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാൻ ഇവിടെ ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, അയിത്ത നിർമ്മാർജ്ജനം അനുച്ഛേദം 17 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബഹുമതികൾ ഒഴിവാക്കൽ അനുച്ഛേദം 18 എന്ന് പറയുന്നുണ്ട്. നോക്കുക, ഇത് അയിത്ത നിർമ്മാർജ്ജനം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും വരാം. അതെന്താണ്? അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 17, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അടുത്ത് ബഹുമതികൾ ഒഴിവാക്കൽ അനുച്ഛേദം 18 അത് പറയുന്നത്, അതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വിവേചനത്തിൽ നിന്നും സംരക്ഷണം എന്ന് പറയുന്നത് അനുച്ഛേദം 16 ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെ തന്നെ അവസര സമത്വം അനുച്ഛേദം 15 ആണോ? അല്ല. അപ്പോൾ നമുക്ക് 1, 2 എന്നുള്ളതാണ് ഇവിടെ ശരിയായ ജോഡികൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിയായ 1, 2 എന്ന് പറയുന്നത് ഇവിടെ സി, ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. പിന്നെയോ വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നത് ഏതാണ്? അത് അനുച്ഛേദം 15 ആണ്. അതുപോലെ അവസര സമത്വം നമുക്കറിയാം, അത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 16 ആണ്. അപ്പോൾ അതും തിരിച്ചും മറിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലൊക്കെ തരും, അതിനാണ് ഇങ്ങനെയൊക്കെ തന്നെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം സി ആണ്. അടുത്ത 9ാമത്തേത് ദാരിദ്ര്യരേഖ നിർവചിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാമാരാണ്? അമർത്യ സെൻ ആണ്. ഡയറക്റ്റായിട്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. അടുത്ത 10ാമത്തെ അവസാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത എന്ത് എന്നുള്ളതാണ് ചോദിച്ചത്. നിങ്ങൾ ഈ പിക്ചർ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് വരുന്നുണ്ട് അതിൻ്റെ, കാരണം കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉയരം കുറഞ്ഞാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെടുക്കാൻ പറ്റും? കിഴക്കോട്ട് പോകുന്നതോറും ഉയരം കൂടുന്നു, അതല്ല. പിന്നീട് കിഴക്കോട്ട് പോകുന്നതോറും ഉയരം കുറയുന്നു, അതെ. സി ആണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. 10ാമത്തേത് സി. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയ ബാച്ചിൽ അല്ലേ, വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിലും നിങ്ങൾക്ക് മറ്റെന്ത് കാര്യങ്ങൾ അറിയാനാണെങ്കിലും ചൂടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു PG3 അക്കാദമിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ തീർത്തരും. അതുപോലെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം, ഡെമോ ക്ലാസ് കാണണമെങ്കിൽ ഡെമോ ക്ലാസ് കാണാം. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ, നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വരുന്ന തിങ്കളാഴ്ച മാർച്ച് 11 പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നിലവിൽ മാർച്ച് 11 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, എല്ലാം അടങ്ങുന്ന ഈ ഒരു പാക്കേജ്. എല്ലാ ആഴ്ചയിലും പരീക്ഷകളുണ്ട്, 2 പരീക്ഷകൾ വീതം നിങ്ങൾക്ക് OMR പരീക്ഷകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ബബിൾ ചെയ്ത് എഴുതുന്ന രീതിയിൽ അങ്ങനെയും വരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ലൈവിൽ എക്സാം
എക്സാമുകൾ വരുന്നുണ്ട്. അതുകൂടാതെ റിവിഷൻ എക്സാമുകൾ വരുന്നുണ്ട്. ഓരോ ദിവസവും എല്ലാ മേഖലകളും പഠിക്കാൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. കൂടാതെ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ക്ലാസ്സും എക്സാമും അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ട് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും മെൻറ്ററോട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അതായത് ഒരു പേരിനൊരു മെൻറ്ററല്ല, എപ്പോഴും കൂടെ ഉണ്ടാകുന്നൊരു മെൻറ്ററാണ്. കറണ്ട് അഫെയറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സിലബസിൽ പറയുന്ന മേഖലകൾ കൃത്യമായിട്ട് തരംതിരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും മറക്കാതെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു മോക്ക് ടെസ്റ്റ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക്